തന്ത്രി അറസ്റ്റ് ചെയ്തോടെ ശബരിമലയിലെ വിഷയത്തിലെ ജനങ്ങളുടെ ഒരു ഇതെന്താ പറയുക, സർക്കാരിനോടുള്ള ബുദ്ധിമുട്ട് മാറി ഇവർ തന്നെ പറയാൻ തുടങ്ങി. നല്ല കാര്യം. സർക്കാരിനോട് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് മനഃപൂർവ്വമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിഭീകരമായിരിക്കും തിരിച്ചടി. വിശ്വാസികളുടെ എതിർപ്പ് ശക്തമാവും, അതിശക്തമായിരിക്കും. കാരണം മനഃപൂർവ്വമായി ഇവർ രക്ഷപ്പെടാൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, യാതൊരു സംശയവും. ഇപ്പോൾ കാത്തിരിക്കുക അതെന്താണെന്നറിയാം. ഇപ്പം മോഷണത്തിന്റെ പ്രശ്നമുള്ളൂ ആ കൂട്ടത്തിലാണ്. ഇതുവരെ എന്താണ് എന്തിനാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല തന്ത്രിയുടെ കാര്യത്തിൽ എന്താണ് തന്ത്രി. മാത്രമല്ല പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് തന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ്. അതാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. വളരെ പെട്ടെന്ന് അതിൽ നിന്നൊരു ഷിഫ്റ്റാണ് ഉണ്ടായത്. നേരത്തെ SIT പറഞ്ഞതായി കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് അതിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് ബലമായ സംശയമുണ്ട്. ഈ ശബരിമല മോഷണ കേസ് എവിടം വരെ എത്തുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ, അതിൻ്റെ ഒരു ഭീകരമായിട്ട്. ഞാൻ സത്യത്തിൽ ഈ വാർത്ത ആദ്യം പറഞ്ഞു ചാനലിലൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചു പറഞ്ഞു അതൊരു ഗൗരവമുള്ള കേസായിട്ട് തോന്നുന്നില്ല. അന്നേരം എൻ്റെ ഒരു ധാരണ ഈ ശബരിമലയിലൊക്കെ എന്ന് ഇച്ചിരി ചെയ്യും, അവിടെ പൈസ ഒക്കെ എണ്ണുന്നവന് അവിടെ വെച്ച് അവിടെ തിരികെ കൊണ്ടുപോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഇതുപോലെ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിൽ പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളി അപ്പോഴേ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ സ്വപ്നത്തെ വിചാരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പം ഈ പല നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്നുണ്ട് പിന്നെ നമ്മൾ പൈസ എറിഞ്ഞു കൊടുക്കുന്ന ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വല്ലതും വീണാൽ ധർമ്മക്കാർ പോലും അത് കിട്ടിയ പോക്കലിടിയല്ല, അത് അങ്ങോട്ട് ഇടുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട, അതും പാർട്ടിയുടെയൊക്കെ ഉന്നത നേതാക്കന്മാർ, CPM-ൻ്റെ പ്രമുഖ നേതാക്കന്മാർ, അവരുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എന്തായാലും അവർക്ക് വിശ്വാസമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ അവരെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അയ്യപ്പൻ്റെയും ആ വസ്തുവകകളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതിന് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയില്ല. അതിനകത്ത് ഇത്രയും വലിയ ഒരു മാൽ പ്രാക്ടീസ് നടത്തിക്കളയും എന്നുള്ളത് സ്വപ്നത്തിൽ വിചാരിച്ചത്. അത് അവരെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒരു പാർട്ടിക്കാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. കാരണം ഇവർക്കൊരു വിശ്വാസമില്ല. ഇവരൊക്കെ കയറി അന്ന് മുതൽ ഇവൻ്റെയൊക്കെ കണ്ണ് ഇവിടെയുള്ള വിലപിടിപ്പുള്ളതും അങ്ങനെയുള്ള വസ്തുവകകളിലൊക്കെ ആയിരുന്നു ഇവൻ്റെയൊക്കെ കണ്ണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലമായിരുന്നല്ലോ, ആളുവരവും ഇല്ലല്ലോ. അപ്പോൾ വളരെ എളുപ്പമായിരുന്നു ഈ ഡീലിങ്സിനൊക്കെ. കോവിഡ് കാലത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കുസൃതികളൊക്കെ തോന്നി കാണും ഒരു പക്ഷേ.